പേര് വിളിച്ചപ്പോഴത്തേക്ക് തല കുമ്പിട്ടു. എന്താ ചെയ്യല്ലേ? സംസാരിക്കാൻ പോവാണേ, നമുക്ക് അതാണ് കേൾക്കേണ്ടത്. ഓ, മതപരമായ ചടങ്ങിനാണോടെ പ്രസംഗിക്കാൻ പോയത്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചടങ്ങിനാണോ പ്രസംഗിക്കാൻ പോയത്? അല്ലല്ലോ. ഈ മതത്തിനെ കുറിച്ച് പറയാൻ ഇത് മതപരമായിട്ടുള്ള ഒരു ചടങ്ങല്ല, രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയാൻ രാഷ്ട്രീയപരമായിട്ടുള്ള ചടങ്ങുമല്ല. അപ്പം എന്താണ് ആ ചടങ്ങ്? അപ്പം ഈ ഒരു ഫെസ്റ്റിൽ മതവും രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയാൻ ആളല്ല എന്നാണ് നമ്മുടെ പുന്നാര താത്ത പറയുന്നത്. ഈ രണ്ടിനെ കുറിച്ചും പറയേണ്ട ഒരു വേദിയല്ല അത്. പിന്നെ താത്ത എന്തായിരിക്കും അവിടെ സംസാരിക്കാൻ പോണത്? താത്ത സ്ഥിരമായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ കേട്ട് 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 ചെവി തഴമ്പിച്ചത്, കാത് തഴമ്പിച്ചു. ഇനിയായിരിക്കോ താത്ത ഇവിടെയും പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. കേട്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. കുറച്ച് കേട്ട് നോക്കാം. ഓക്കെ. അനുഭവം മതമില്ലാത്ത ആൾക്ക് റമദാൻ. അടിപൊളി. അനുഭവങ്ങൾ പാച്ചാളികൾ. അത് പറയുന്നതിൽ ഇച്ചിരി പെശകുണ്ട്. കാര്യം ഈ തോന്നുമ്പോൾ തെട്ടമൂരി എന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് പലവട്ടം തട്ടോട്ടടേ. അപ്പം പിന്നെ എന്താണ് ഇത് പറയുന്നത് കൊണ്ട് അർത്ഥം? ഊര ഇട ഏതാണ്ട് ജെട്ടി ഊരിയിടുന്ന പോലെയാണ് ഈ സ്ത്രീ തട്ടമിട ഊര ചെയ്യുന്നത്. കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയ്ക്ക് തട്ടമൂരി എന്നുള്ള പ്രഖ്യാപനം വന്നേ പിന്നെ ഒരുപാട് തവണ തട്ടമിട്ടിട്ട് റീൽസും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഈ തട്ടമൂരി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇതൊക്കെ വെറുതെ ചുമ്മാ പ്രഹസനം. അതായത് ഉത്തമ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഈ ഉറച്ചു നിൽക്കാതെ അങ്ങട് അടി ഇങ്ങട് അടി നിൽക്കുന്നവർക്ക് എന്ത് നിലപാടില്ല. അപ്പം തട്ടമൂരുക എന്ന് പറഞ്ഞാൽ ഒരു നിലപാടാണ്. ആ നിലപാട് ഇവർ തന്നെ പല പ്രാവശ്യം തെറ്റിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ? ഇവർ മണ്ഡലകാലത്ത് ഒരു കുറച്ചും കൂടി വൈറലാവാൻ വേണ്ടി അയ്യപ്പനോടൊപ്പം തട്ടമിട്ട് നിൽക്കുന്ന വീഡിയോ ഇവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിക്ക് മുന്നേ പലതവണ തട്ടമിട്ടും തട്ടമിടാതെയും ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്ത് നിലപാടാണുള്ളത്? നിങ്ങൾ പറയും. നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? വലിയ കാര്യമായിട്ട് ശുദ്ധ അസംബന്ധമായ നുണ. അതിനപ്പുറത്തേക്ക് ഇതൊന്നുമല്ല. ഇവർ തട്ടമൂരി എന്ന് പറഞ്ഞാൽ തട്ടമൂരിയത് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതൊരു നിലപാടാണ്. എന്നിട്ട് വീണ്ടും തട്ടമിട ഊര ഏതാണ്ട് ജെട്ടി ഊരണ പോലെ ഈ സാധനം ഇങ്ങനെ ഇടുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് മുഴുവൻ പച്ച നുണയല്ലേ സുഹൃത്തുക്കളെ? ഇങ്ങനെ പച്ച നുണ സമൂഹത്തിനോട് വന്നിട്ട് വിളിച്ചു പറയാൻ ഇവർക്കല്ലാണ്ട് ആർക്ക് പറ്റും? നമ്മൾ തന്നെ പലവട്ടം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഊര ഇടുക പിന്നെ ഒന്ന് പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് കുഴപ്പം. അപ്പോഴും പഴി സമൂഹം എത്തിച്ചതല്ല, സ്വയം വന്നെത്തിയതാണ്. ഇപ്പം ഇവിടെ ഈ നിൽക്കുന്നതിൻ്റെ കാര്യം സ്വയം കുഴിച്ചാടി, സ്വയം കുഴിച്ച് വരച്ച് കുഴിച്ചാടി സ്വയം എത്തപ്പെട്ടതാണ്. അതിനും പഴി സമൂഹത്തിന്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതികരിച്ചു. സമൂഹം തിന്നുന്നത് അരിഭക്ഷണം തന്നെയാണ്. അല്ലാണ്ട് 3 നേരം ചപ്പാത്തി അല്ലല്ലോ നമ്മുടെ കേരളത്തിലെ ആളുകൾ തിന്നുന്നത്.
അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടി ഇതുപോലെ ബൂമറാങ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. എറിഞ്ഞ സാധനം തിരിച്ചു വരും, അതിനൊരു സംശയവും. അപ്പൊ അവനവൻ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ബലമാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. അതിന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് സമൂഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹമല്ല തെറ്റുകാരി, അവനവൻ ചെയ്ത പ്രവൃത്തിയാണ്. അത് ഇനിയും ഉൾക്കൊള്ളാനുള്ള ആ ഒരു ഇത് താത്തക്കുട്ടിക്ക് ആയിട്ടില്ല, ഉൾക്കൊള്ളാൻ താത്തയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. താത്ത ഇപ്പോഴും പഴി ചാരിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന് മേലെ. സമൂഹം എന്ത് തെറ്റ് ചെയ്തു സുഹൃത്തുക്കളെ? ദീനിയ നീയ ഇന്ന് മുസ്ലിങ്ങളടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റൊരു മതത്തിലെ ഒരു കൃഷ്ണനെ വരച്ചു എന്നതിൻ്റെ പേരിലല്ല ഇവൾക്കെതിരെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങൾ ഇടയ്ക്കെന്നല്ല മുഴുവൻ ഈ കൃഷ്ണനെ വരയ്ക്കുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഹിന്ദുക്കളുടെ പോലെ തന്നെ മുസ്ലിങ്ങളും അതിനെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. കൃഷ്ണനെ വരയ്ക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല, പക്ഷെ ആ കൃഷ്ണനെ വരച്ചുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറുന്ന ആ ഒരു പെരുമാറ്റം, അവരുടെ ഭാഷ, സംസാര രീതി, ഇതൊക്കെ പ്രശ്നമായിരുന്നു. അതും ഈ താത്തയ്ക്ക് ഉൾക്കൊള്ളാൻ ഉള്ള ആ ഒരു പക്വത ആയിട്ടില്ല. വയസ്സ് 34 എന്നൊക്കെ പറയുന്നു. എല്ലാ കൊല്ലവും 34, കഴിഞ്ഞ കൊല്ലവും 34, ഈ കൊല്ലവും 34. അപ്പം 34 തള്ളയായെങ്കിലും ഈ പക്വത എന്ന് പറയുന്ന സാധനം വരാത്ത സ്ത്രീകളുണ്ട്. അപ്പം ഈ പക്വത എന്ന് പറയുന്ന ഒരു സാധനം നമുക്കിങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് സ്വയം നമ്മൾ തിരിച്ചറിഞ്ഞ് വരേണ്ട ഒരു സാധനമാണ് മെച്യൂരിറ്റി. അതായിട്ടില്ല സുഹൃത്തുക്കളെ, അതിൻ്റെ കുഴപ്പമാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരാൾ ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ആൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യാണ്ട് ഒരാളെ ടോർച്ചർ വെറുതെ ഇരുന്ന് സമൂഹം ചെയ്യൂലല്ലോ. അപ്പം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകും. എന്താണ് ആ പ്രവൃത്തി എന്ന് സ്വയം ഇരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ കുത്തിയിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കാര്യമായിട്ട് ഈ സ്ത്രീയെ തട്ടത്തിൻ്റെ പേരിൽ ഇവിടെ ആരും ക്രൂശിച്ചിട്ടില്ല, കണ്ണനെ വരച്ചതിൻ്റെ പേരിൽ ആരും ക്രൂശിച്ചിട്ടില്ല. ഈ സ്ത്രീ പറയുന്നതും ചെയ്യുന്നതുമായ പ്രവൃത്തികൾക്കാണ് ആൾക്കാർ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ കേട്ടത് മുഴുവൻ ഇവർ മുമ്പ് പറഞ്ഞ് തഴമ്പിച്ച് നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടില്ലേ? അപ്പോൾ പുതിയതായിട്ട് പറയാനൊന്നുമില്ല. ഇങ്ങനെ ഒരു ഫെസ്റ്റിൽ പോയിട്ട് പുതിയതായിട്ട് പറയാൻ ഇവൾക്ക് ഒന്നുമില്ല. മതം മാറി എന്ന് പറയുമ്പോൾ വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാൻ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വീട്ടുകാരൊക്കെ ഫോളോ ചെയ്യുന്നത് ഇസ്ലാം മതരീതിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നു ഇവർക്ക് ഇതിനെ വരച്ചാലാണ് ഈ ഞം അടിക്കാനുള്ള ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവർ പ്രഖ്യാപിച്ചു എനിക്ക് മതമില്ല. മറ്റേ ലക്ഷ്മിപ്രിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ലക്ഷ്മിപ്രിയ പണ്ട് ഇവർക്കൊരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ഇതൊക്കെ ഇങ്ങനെ ആക്കി വന്നപ്പോൾ ഒരു ഉപദേശം പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ അത് ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണെന്ന് ലക്ഷ്മിപ്രിയ മാത്രം ഇതിനെതിരെ ഇവർക്കൊരു ഉപദേശം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയ
ഈ ഒരു ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു ആയിട്ട് കൺവെർട്ട് ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. പണ്ടൊരു ഹിന്ദു പയ്യനെ പ്രേമിച്ചു, അവന് വേണ്ടി മതം വരെ മാറി, അതിനു വേണ്ടി മതം മാറി. ലക്ഷ്മിപ്രിയ ഇപ്പം കണ്ട ഒരു ഹിന്ദു സ്ത്രീ അല്ല ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു മുമ്പ് എന്ന് പറയേയില്ല. അത്തരത്തിലുള്ള ഒരാളാണ് ലക്ഷ്മിപ്രിയ. അപ്പം ലക്ഷ്മിപ്രിയയ്ക്ക് മാത്രമേ ഇവൾക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ മതം മാറുക എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ മതം വിട്ടിട്ടുള്ളൂ, മതം മാറിയിട്ടില്ല. അതായത് മതം മാറിക്കഴിഞ്ഞാൽ ഈ മന്ത് ആ കാലുമയായി, ആ കാലുമേലത്തെ മന്ത് ഈ കലുമയായി, അതാണ്. അപ്പം ഞാൻ മതം വിട്ടു എന്ന് പറയുമ്പോൾ മതമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ എത്തിസ്റ്റുകളാണ്. എത്തിസ്റ്റുകൾ ഒരു ആഘോഷങ്ങളിലും മതപരമായിട്ടുള്ള ഒരു ചടങ്ങുകളിലും പങ്കെടുക്കണേ ഞാൻ കണ്ടിട്ടില്ല. വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്, ഒന്നിലും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് എത്തിസ്റ്റുകളുടേത്. നമ്മൾക്ക് മതമില്ല എന്ന് പറയുമ്പോൾ അതൊരവസ്ഥയാണ്. വിശ്വാസമില്ല, എന്തുകൊണ്ട് വിശ്വാസം ഇല്ലാണ്ടായി? അവനവൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇന്നേ വരെ ഈ ഭൂമിയിൽ എല്ലാവർക്കും നടന്ന ചരിത്രങ്ങളില്ല. അങ്ങനെ നടക്കണം എന്ന് വിചാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ആ വിശ്വാസം ആസ്വദിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പം വിശ്വാസമില്ല. ഇപ്പം ദിലീപിൻ്റെ പടത്തിൽ പറഞ്ഞ പോലെ ആ ഇഷ്ടമില്ല എന്ന് പറയുന്നതിലും ഒരിഷ്ടമില്ലേ. പൂർണ്ണമായിട്ട് മതം വിട്ട വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മതപരമായ ചടങ്ങുകൾ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് പറ്റൂല. കാരണം അത് അവർ വിട്ടതാണ്, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പം ഇത് അവർക്കെല്ലാവർക്കും മൗന സമ്മതം കൊടുത്തിട്ട് അത് ആസ്വദിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിനോട് പറയുകയാണ് എനിക്ക് മതമില്ല, എനിക്ക് മതമില്ല എന്ന് പറയുന്നതിലും ഒരു മതമില്ലേ. അതായത് ഫോട്ടോ വാങ്ങിക്കാനുള്ള പുതിയ തരം ട്രിക്കാണ് ഈ പ്രഖ്യാപനം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തട്ടമൂരും. നിങ്ങൾ കാണുന്നതല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും കാണുന്നുണ്ട്. പരസ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് പറയാനുണ്ടാവുള്ളൂ, അല്ലാണ്ട് പുതിയതായിട്ടൊന്നുമില്ല. അങ്ങനെ ഇഷ്ടപ്രകാരം പോകാനുള്ള ഒരു ഏജ് അവർക്കായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം മൈനറായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും അവരുടെ ഗാർഡിയൻസിൻ്റെ കീഴിൽ തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പം ഈ പറയുന്നത് ശുദ്ധ നുണയല്ലേ? ആണ്. ഈ വന്ന് സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത് മൊത്തം ശുദ്ധ പൊള്ളത്തരാണ്. ഈ മതത്തിൻ്റെ ഈ വരച്ചത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ആക്ഷേപിച്ചവരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടുള്ള പ്രതിഷേധമാണ് സുഹൃത്തുക്കളെ, പ്രതിഷേധം. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഇതൊരു തരം പ്രതിഷേധമാണ്. ആഹാ, എന്നെ നീ അങ്ങനെ ചെയ്തോ, എന്നാൽ ഞാൻ ഇങ്ങനെ പറയും, അത് തന്നെയാണ്. അല്ലാണ്ട് വേറൊന്നും ഇതിലില്ല. സ്വന്തം മതത്തിന് ഈ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള പ്രതിഷേധം കൊണ്ട് മാത്രം, അല്ലാണ്ട് ഇസ്ലാം മതത്തിനോടുള്ള ആ ഒരു ഇതുകൊണ്ടല്ല. ചില ആളുകളോടുള്ള പ്രതിഷേധം. ഏത് മതത്തിലാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കണമെങ്കിൽ നമ്മൾ 18 വയസ്സ് കഴിയണം. അല്ലാത്തിടത്തോളം കാലം അവർക്ക് രക്ഷകർത്താക്കളുടെ കീഴിൽ തന്നെ, അല്ലെങ്കിൽ അവർ പറയുന്നതിൻ്റെ കീഴിൽ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുന്നത്?
അതല്ലേടെ എൻ്റെ സംശയം ഇപ്പോഴും അതല്ലേ, ഈ മതം 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 മാത്രം. മതം പൊട്ടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പം ആ മതം മാത്രം. അപ്പം ഈ ഫെസ്റ്റിൽ വന്നിട്ട് എന്തിനാടെ ഈ മതം പറയുന്നത്? ആദ്യം പറയുന്ന മതം പറയാൻ ഞാൻ ആളല്ല, രാഷ്ട്രീയം പറയാൻ ഞാനല്ല, ഇതൊന്നും പറയേണ്ട ഒരു ഫെസ്റ്റല്ല ഇത്. എന്നിട്ടും ഇതിൽ വന്നിട്ട് ദേ മതം 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 പൊട്ടി. എന്താല്ലേ മതം മാത്രം പൊട്ടുന്നു. വല്ലാത്ത സാഹചര്യം, വല്ലാത്ത ജാതി. ഞാൻ പ്രതീക്ഷിച്ചു ഈ ഫെസ്റ്റിനോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. നോ, ചുക്കും ചുണ്ണാമ്പും മണ്ണാങ്കട്ടെ അറിയില്ല ഗൈസ്. കുറേ പഠിച്ചു വെച്ച പഴയ കാര്യങ്ങളുണ്ട്, അത് വീണ്ടും റിപ്പീറ്റ്. പുതിയതൊന്നുമില്ല. ഇതൊക്കെ കേരള ജനത സഹിക്കുന്നുണ്ടല്ലോ അല്ലേ? അയ്യേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചിരി ചിരിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരു ഫെസ്റ്റിന് വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി 2 വാക്ക് ആ ജാനുവിൻ്റെ അമ്മണിയുടെയും രഹന ഫാത്തിമയുടെ ഒക്കെ പ്രസംഗം കൂടി ഒന്ന് പോസ്റ്റ് ചെയ്യണേ. എന്നാലാണ് ഇത്തരം ഫെസ്റ്റിൽ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് എന്ന് നിനക്കെങ്കിലും കേട്ടൊന്ന് ലേശമെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചിട്ട് ഇനി അടുത്ത ഫെസ്റ്റിന് പോകുമ്പോൾ പറയണ്ടേ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതല്ലേ. ഫെസ്റ്റിന് പോയിട്ട് അവിടെ സംസാരിക്കേണ്ട ഒരു കാര്യങ്ങളും സംസാരിക്കാണ്ട് പണ്ടത്തെ കാര്യങ്ങൾ, ഇവരുടെ കാര്യങ്ങളും മാത്രമാണ് പറയുന്നത്. വല്ലാത്ത ജാതി. എന്തോന്ന്, ആരുടെ ഇവരെ ഈ ഫെസ്റ്റിലേക്ക് വിളിച്ചത്? ഇവരെ വിളിച്ചവര് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊല്ലം മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത് നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളാണ്. വീണ്ടും റിപ്പീറ്റഡാണ്. അല്ലാണ്ട് ഒന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് കാണിച്ചത് രഹന ഫാത്തിമയാണ്. അവർക്കിടെ ഒരു ജാതി ഫോട്ടോഷൂട്ടും റീൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രഹന ഫാത്തിമ ആരാണ് എന്ന് കേരളക്കരയ്ക്ക് മുഴുവൻ അറിയാം. അപ്പോൾ എന്നാണാവോ ഇനി 2 പീസിലൊക്കെ ഒന്ന് കേരളത്തിന് ഇനി ഇത്താത്തേനെ 2 പീസിലൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? ഫെമിനിറ്റി ആയില്ലേ?